ഞാൻ മുഹമ്മദ് ബാസിൽ ഹബീബ് കുവൈറ്റിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ലോകപ്രസിദ്ധനായ റൈറ്റർ ഡാൻ ബ്രൗണിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായ ഇൻഫേർണോ ആണ്. മറ്റ് പല ഡാൻ ബ്രൗൺ പുസ്തകങ്ങളിലും പോലെ ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൽ ക്യാരക്ടർ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ ആർട്ട് ഹിസ്റ്ററി ആൻഡ് സിംബോളജി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറായ ഡോക്ടർ റോബർട്ട് ലാങ്ടൺ ആണ്. ഡാൻ ബ്രൗൺ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതായത് ജനസംഖ്യാ വിസ്ഫോടനത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം WHO ചീഫുമായി ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ആ WHO ചീഫിൻ്റെ ഉത്തരങ്ങൾ അദ്ദേഹത്തിന് സാറ്റിസ്ഫൈ അല്ലാത്ത രീതിയിലാവുകയും ചെയ്യുമ്പോൾ അദ്ദേഹം കൺസോർഷ്യം എന്നൊരു ഓർഗനൈസേഷൻ്റെ സഹായത്തോടെ സീക്രസിയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം ഒരു പ്ലേഗ് എന്ന് പറയപ്പെടുന്ന ഒരു വൈറസ് നിർമ്മിക്കുന്നു. പ്ലേഗ് എന്നാണ് ആദ്യം WHO ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ സോബ്രസ്റ്റ് WHO ചീഫിന് ഒരു ക്ലൂ പോലത്തെ ഒരു കാനിസ്റ്റർ കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ബോട്ടിക്കലി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റിൻ്റെ ഒരു വർക്ക് ഉണ്ടാവും. ആ വർക്ക് ഇസ് ദ മാപ്പ് ഓഫ് ഹെൽ. ഫ്ലോറൻസിലായ സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് ബ്ലാക്ക് ഡ്രസ് ഇട്ട കുറച്ച് സോൾജേഴ്സ് വന്നിട്ട് അദ്ദേഹം പിടിച്ചടക്കുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്പെസിഫിക് ഡ്രഗ് കൊടുത്തതിൻ്റെ കാരണത്താൽ 2-3 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ മെമ്മറി പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലോറൻസിൽ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ ബെഡിലായിരിക്കും ഉണ്ടാവുക. അദ്ദേഹം അവിടെ എന്തിന് അദ്ദേഹം ഫ്ലോറൻസിൽ എത്തിയെന്നോ അവിടെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കാൻ പോകുന്നതെന്നോ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ആ കാരണത്താൽ ഡോക്ടർ സിയന്ന ബ്രൂക്സ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. US ഗവൺമെൻറ്റും WHO അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെടുന്നു. പിന്നീട് വിയന്നയിൽ വെച്ച് അദ്ദേഹം WHO കയ്യിൽപ്പെടുകയും WHO ചീഫുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. വൈറസ് ഇവർ പ്രതീക്ഷിച്ച പോലെ ഒരു പ്ലേഗിൻ്റെ വൈറസ് അല്ലായിരുന്നു, പക്ഷേ മനുഷ്യൻ്റെ DNA ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു വെക്ടർ വൈറസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ വൈറസ് പ്രകാരം മനുഷ്യകുലത്തിൻ്റെ 1/3 സ്റ്റെറൈലായി പോവുകയായിരുന്നു. അവർക്ക് പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അകപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. ഡാൻ ബ്രൗൺ ഈ ബുക്കിൽ ശരിയായിട്ട് പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന വലിയൊരു വിപത്ത് മനുഷ്യൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഭൂമിയുടെ നേതാക്കൾ അത് കാണാൻ അവർ ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ്. ആ കാര്യത്തിലേക്കാണ് ഡാൻ ബ്രൗൺ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മറ്റ് എല്ലാ ഡാൻ ബ്രൗൺ വായനക്കാരെയും പോലെ അടുത്ത നോവലിന് വേണ്ടി ഞാനും കാത്തിരിക്കുന്നു.